ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു കൊഞ്ച് ഫ്രൈ പോലെ ഒന്നും കൂടെ പെരട്ടിയെടുത്താലോ? വാ, നമുക്ക് കൊഞ്ച് പെരട്ടാൻ പോവാം, കൊഞ്ചി പോവാം. അങ്ങനെ ഞാൻ കൊഞ്ച് കഴുകി വൃത്തിയാക്കി ഇത് നമ്മുടെ മസാലയൊക്കെ ഇട്ടേക്കുന്ന മസാലയ്ക്ക് എന്തൊക്കെയെന്നറിയാലോ? മുളകാപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, കുരുമുളക് എല്ലാം പറഞ്ഞല്ലോ അല്ലേ? ഇതൊക്കെ ഇട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ എടുത്ത് വയ്ക്കുന്ന മസാലയാണ് അത്. ഓക്കെ, ഇത് നമ്മൾ സവാള നല്ലതുപോലെ വശക്കിയെടുക്കുക. എന്നിട്ട് അതിനെ ആ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ആ ഓയിലിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കിണ്ടി എടുക്കുക. ഓക്കെ, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ടേ, അത് ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കിണ്ടി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ കൊഞ്ച് കഴിക്കില്ല, എനിക്ക് കൊഞ്ച് കണവ ഇതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മളതെല്ലാം എടുത്ത് മാറ്റി. എന്നിട്ട് ഇത് അരപ്പാണ്. ഇത് കുരുമുളക് പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും വേണം. ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും വശക്കിയെടുത്തതിൻ്റെ കൂട്ടത്ത് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന, അതായത് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചിനെ നമ്മൾ ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുക. കൊഞ്ചിയല്ല, കൊഞ്ച് എത്തിപ്പോണ കേട്ടാ. ആ ഓയിൽ എടുത്തിട്ട് ഇത് ഒരു കൈ കൊണ്ടുള്ള പ്രവർത്തനമാണ്. ക്യാമറ നഹി ഹേ, സ്റ്റാൻഡ് നഹി ഹേ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണ് വെച്ച് നമുക്ക് ഇണ്ടിക്ക് ഇങ്ങനെയൊക്കെ ഒരു പരുവത്തിലാക്കി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല ഇതിൽ. ഓക്കെ, എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കണം. ജസ്റ്റ് അപ്പോൾ പെട്ടെന്ന് വേവുന്നതല്ലേ, മീനൊക്കെ വേഗം വേവുന്നതല്ലേ. എന്നിട്ട് ഇതേ ആ അരപ്പ് എടുത്ത് വെച്ചിരുന്നില്ലേ, ആ പൊടി മൊത്തം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അടിപൊളിയായിരിക്കണോ, വേഗം ആവും കേട്ടോ, ഈസി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ സവാള മാറ്റി വെച്ചില്ലേ, ആ സവാള ഇതിലൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, റെഡി ആയില്ലേ സാധനം? അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾ കൊഞ്ച് പെരട്ടിയെടുക്കുക ഇങ്ങനെ. വാവ്, സൂപ്പർ, അടിപൊളി, സൂപ്പർ. ചപ്പാത്തി, അപ്പം, പൊറോട്ട, ചോറ് എന്നിവയുടെ കൂടെ നമ്മൾക്ക് മൃഷ്ടാന്തം മിണുങ്ങാം. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് അടിക്കുക എന്ന് പറയുക. അതൊക്കെ അടിപൊളി, സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ ദ വാച്ചിങ്. ഓക്കെ, താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ചെയ്തു നോക്കണേ, സത്യമായിട്ട് പറയണേണ്. ബൈ.